പത്തനംതിട്ട തിരുവല്ലയിൽ മദ്യനിർമ്മാണശാലയിലെ താൽക്കാലിക ജീവനക്കാരി UDF സ്ഥാനാർത്ഥിയായതിന് ഭീഷണി. പത്രിക പിൻവലിച്ചില്ലെങ്കിൽ മുഴുവൻ താൽക്കാലിക ജീവനക്കാരുടെയും ജോലി നഷ്ടപ്പെടുമെന്നാണ് CPM ഭീഷണി മുഴക്കുന്നത്. ജവാൻ മദ്യനിർമ്മാണശാലയിലെ താൽക്കാലിക ജീവനക്കാരിയായ ആശാമോൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് മത്സരിക്കുന്നത്. പാർട്ടി നിർദ്ദേശപ്രകാരം ഇതര ജീവനക്കാർ അയച്ച വാട്സ്ആപ്പ് സന്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആശ ഇലക്ഷന് നിൽക്കാൻ ആശ പോയാൽ ഞങ്ങളുടെ 27 അംഗങ്ങളുടെയും ജോലി നഷ്ടപ്പെടുമെന്ന് മീറ്റിംഗിൽ പറഞ്ഞു. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റത്തുള്ളൂ. നമ്മളുടെ ബെൽറ്റിന്റെ മാത്രമല്ല 3 ബെൽറ്റുകളുടെയും കൂടെ ടെൻഡറാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് ഒന്നി ആശ നോമിനേഷൻ പിൻവലിക്കും. ഇപ്പൊ സാറ് പറയുന്നു 3 ബെൽറ്റുകാരുടെ പണി പോവുക. അതുകൊണ്ട് രാജി ഇട്ടപ്പോൾ ആ അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നു. ചേച്ചി രാജി ചേച്ചി പറഞ്ഞതുപോലെ ഇന്ന് മീറ്റിംഗ് കൂടിയപ്പോൾ പറഞ്ഞു നിങ്ങളുടെ 27 പേരുടെയും ജോലി പോകും, അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പൊ ഞങ്ങൾക്ക് അതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തി തന്നേ പറ്റത്തുള്ളൂ. ഈ ആശാ മോളുടെ പ്രതികരണം കൂടിയുണ്ട്, അതുകൂടി കേൾക്കാം. ഇപ്പം ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ കീഴിൽ, അതായത് ഞാൻ വാർഡ് 6 ADS അംഗമാണ്, അതിൻ്റെ പ്രസിഡൻറ്റും കൂടാണ്. ഇപ്പം ഞാൻ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടാണ്. അവിടുന്ന് ഇപ്പം ഭയങ്കരമായിട്ട് ഒരു പ്രഷർ എനിക്ക് വന്നിരിക്കുകയാണ്. ഞാൻ ഇതിൽ മത്സരിച്ചാൽ എൻ്റെ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യും. എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു 28 പേര് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും ഭീഷണിയായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്ത് പുതിയ ടെൻഡർ ഇടുമെന്നാണ് എല്ലാവരെയും അറിയിച്ചേക്കുന്നത്. അതെനിക്ക് മാനസികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഞാൻ കാരണം അവരുടെ എല്ലാവരുടെയും അന്നം മുട്ടുമെന്നാണ് എല്ലാവരും എനിക്ക് വോയിസ് മെസ്സേജും എന്നെ വിളിച്ച് സംസാരിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ അതിൽ ആകെ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. CPM എടുത്തിരിക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് കണ്ണൂർ മോഡൽ ഗുണ്ട രാഷ്ട്രീയം തിരുവല്ലയിൽ കൊണ്ടുവരികയാണ്. കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയായ നിമിഷം മുതൽ ആശമോലെ മാനസികമായിട്ടും മറ്റു പല ഭീഷണികളും ഇവിടുത്തെ പ്രാദേശിക CPM നേതാവിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് കമ്പനിയുമായിട്ടുള്ള എഗ്രിമെൻറ്റ്, ആ എഗ്രിമെൻറ്റിൽ ഈ ADS ഈ ആശമോക്ക് യാതൊരു ഇതുമില്ല. അത് സെക്രട്ടറിയും കമ്പനിയുമായിട്ടാണ് എഗ്രിമെൻറ്റ്. പക്ഷേ അതിൻ്റെ പേരിൽ ആ 28 കുടുംബങ്ങളെ വഴിയാധാരമാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ രാഷ്ട്രീയം എന്താ രാഷ്ട്രീയമാണ്? അതേസമയം ഈ ആരോപണം CPM നിഷേധിക്കുന്നുണ്ട്. CK അഭിലാൽ വിവരങ്ങളായിട്ടുണ്ട്. അഭിലാൽ, ഇത് വളരെ തന്ത്രപരമായ ഒരു ഭീഷണിയാണ്. നേരിട്ട് നേതാക്കൾ വിളിച്ച്, ഇപ്പോൾ നേരത്തെ പാലക്കാട് കേട്ട പോലെ കൊല്ലുമെന്നോ തട്ടിക്കളയുമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ മറ്റു സഹപ്രവർത്തകരെ ഉപയോഗിച്ച് ഒരു തരം ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് നടക്കുകയാണല്ലോ. 27 സഹപ്രവർത്തകരായിട്ടുള്ള ആളുകളുടെയും ചുമതലയാണ് ആശമോളുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുക എന്നുള്ളത് എന്നാണ് പാർട്ടി നിർദ്ദേശിച്ചത്. ഇന്നലെ താൽക്കാലിക ജീവനക്കാരുടെ ജനറൽ ബോഡി യോഗം വിളിച്ച് അതിൽ സംസാരിച്ച പ്രധാനപ്പെട്ട CPM നേതാവ് തന്നെയാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം സഹപ്രവർത്തകരായിട്ടുള്ള താൽക്കാലിക ജീവനക്കാർക്ക് നൽകിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആശമോളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ജീവനക്കാർ ശബ്ദ സന്ദേശമായിട്ടാണ് നമ്മൾ മുൻപ് കേട്ട ഓഡിയോ അയച്ചത്. എല്ലാവരും ആവശ്യപ്പെടുന്നത് തങ്ങളുടെ ജോലി നഷ്ടപ്പെടും, അതുകൊണ്ട് ആശ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്നുള്ളതാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ ആശയ്ക്ക് കോൺഗ്രസ് നേതൃത്വം പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പൊടിയാട് ഡിവിഷനിൽ അവർ സ്ഥാനാർത്ഥിത്വവുമായി മുന്നോട്ട് പോകും എന്നാണ് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. അതേസമയം ആക്ഷേപങ്ങളുമായി CPM-ന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നാണ് പ്രാദേശിക നേതാക്കൾ വിശദീകരിക്കുന്നത്. ADS ചെയർപേഴ്സൺ എന്നുള്ള നിലയിൽ മദ്യനിർമ്മാണശാലയിലെ പാക്കിംഗ് ജോലിയുമായി ബന്ധപ്പെട്ട് സ്ഥാപനവുമായി കരാറിൽ ഏർപ്പെട്ടത് ആശമോളാണ്. സ്വാഭാവികമായും സ്ഥാനാർത്ഥിയാവുന്നതോടുകൂടി കരാർ ലംഘനമാവുകയും ഈ ഗ്രൂപ്പിന് മുഴുവൻ ജോലി നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാകും. ആ ഭയത്തെ തുടർന്ന് സഹപ്രവർത്തകർ സ്വാഭാവികമായും ആശങ്കയായിരിക്കും. എന്താണെന്ന് അന്വേഷിച്ചോ അഭിലാൽ? അങ്ങനെയുണ്ടോ? ഇവർ ഈ ജോലിയിൽ നിൽക്കുമ്പോൾ മത്സരിക്കാൻ പാടില്ല എന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരാൾ ചെയ്തതിന് ബാക്കി 27 പേരും അതിന്റെ ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കേണ്ട സാഹചര്യം ഉണ്ടാവാനും പാടില്ല. അങ്ങനെ നിയമ ലംഘനമുണ്ടെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് നേരിട്ട് കരാറിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് അയോഗ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിന്റെ സാങ്കേതിക വശത്തെക്കുറിച്ച് എനിക്ക് വ്യക്തമായി വിശദീകരിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. എന്നാലും ഇന്നലെ നടന്ന സൂക്ഷ്മ പരിശോധനയിൽ CPM സ്ഥാനാർത്ഥി ഈ വിഷയം ചൂണ്ടിക്കാണിച്ചെങ്കിലും ഭരണാധികാരി ഇത് അംഗീകരിച്ചില്ല എന്ന് വന്ന ഘട്ടത്തിൽ തന്നെ അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടുകൾക്ക് ഈ സ്ഥാനാർത്ഥിത്വത്തിന് അയോഗ്യത കൽപ്പിക്കുന്ന തരത്തിലേക്ക് പരിഗണന കിട്ടുന്നു എന്നുള്ളതിന്റെ സൂചനകളും ഇല്ല. എന്തായാലും ഈ വിഷയത്തിൽ CPM തന്ത്രപരമായ ഒരു നീക്കം നടത്തുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് ഉയർത്തുന്ന ആക്ഷേപം. അതിന് നിയമപരമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഭരണാധികാരി അത് കണക്കിലെടുക്കേണ്ടതുമാണല്ലോ, അല്ലേ അഭിലാൽ? അതെ. ഇന്നലെ നടന്ന സൂക്ഷ്മ പരിശോധനയിൽ ആശമോളുടെ എതിർ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന CPM പ്രതിനിധി തന്നെയാണ് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട്
സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചത്. പക്ഷേ ഭരണാധികാരി അത് അംഗീകരിച്ചില്ല. ചുരുക്കത്തിൽ CPM ഉയർത്തുന്ന ഈ ആക്ഷേപത്തിന് കേവലം രാഷ്ട്രീയപരമായ ലക്ഷ്യം മാത്രമാണ് ഉള്ളത് എന്ന് തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും. അല്ല ബിലാൽ, ഈ നേതാക്കൾ നേരിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ അതോ ഈ കൃത്യമായി ഇമോഷണൽ ബ്ലാക്ക് ഇപ്പൊ അവരുടെ തന്നെ പ്രതികരണമുണ്ട്, ഞാൻ കാരണം മറ്റുള്ളവരുടെ എന്നെ മുട്ടുന്ന അവസ്ഥ എന്നത് അവർക്കും വിഷമമുണ്ടാക്കുന്നു, അപ്പൊ ഈ സഹപ്രവർത്തകരെ കൊണ്ട് തന്നെ ഇങ്ങനെ നിരന്തരം ഫോൺ വിളിപ്പിക്കുകയും വാട്സപ്പ് മെസ്സേജ് അയപ്പിക്കുകയുമാണോ? ഇന്നലെ താൽക്കാലിക ജീവനക്കാരുടെ ജനറൽ ബോഡി യോഗം CPM നേതാക്കൾ സ്ഥാപനത്തിൽ വിളിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട വിഷയമായി ജീവനക്കാരോട് പങ്കുവച്ചത് കൂട്ടത്തിൽ ഒരാൾ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ബഹുഭൂരിപക്ഷം ആളുകളും ഇടതുപക്ഷ ചിന്താഗതി ഉള്ളവരാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സഹപ്രവർത്തകരുടെ ചുമതലയാണ് ആശമോളുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുക, അതല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ജോലി നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തും, അതിനാൽ നിങ്ങൾ ഇടപെടണം എന്നുള്ള നിർദ്ദേശം നൽകി ചുമതല അവർക്ക് കൈമാറുകയാണ് ഉണ്ടായത്. ജോലി നഷ്ടപ്പെടുമെന്നുള്ളത് സ്വാഭാവികമായും ഓരോരുത്തരെയും വ്യക്തിപരമായും അവരുടെ കുടുംബാംഗങ്ങളെ ഒക്കെ തന്നെ ആശങ്കയിലാക്കുന്നതാണ്. ആ സാഹചര്യത്തിലാണ് ഓരോ ഇതര സഹപ്രവർത്തകരായിട്ടുള്ള ആളുകളും ആശമോളുടെ മേൽ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ള ഉദ്ദേശം കൂടി മുന്നിൽ കണ്ടുകൊണ്ട് വാട്സപ്പിലേക്ക് ശബ്ദ സന്ദേശങ്ങൾ അയച്ചത്.